നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര വടക്കൻ മലബാറിലെ ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ കാണുവാനാണ്. മാഹി പള്ളൂരിലുള്ള കൊയ്യോടൻ കോറോത്ത് കുടുംബക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി 29, 30, 31 തീയതികളിലാണ് ഇവിടെ ആണ്ടുതിറ നടക്കാറ്. നേരത്തെ തന്നെ ക്ഷേത്രം സെക്രട്ടറി കൂടിയായ ശ്രീ പ്രദീപേട്ടനുമായി ബന്ധപ്പെട്ടപ്പോൾ 1-ാം ദിവസം രാവിലെ ദൈവങ്ങളുടെ കെട്ടിക്കോലം മാത്രമാണ് നടക്കുന്നതെന്നും 2-ാം ദിവസം വൈകുന്നേരം മുതൽ 3-ാം ദിവസം രാത്രി വരെയാണ് പ്രധാന ചടങ്ങുകളെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ 2-ാം ദിവസം വൈകുന്നേരമാണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. തറവാടിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ദേവതാ സങ്കല്പത്തിലുള്ള കൽത്തറകൾ മാത്രമാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തോട് ചേർന്നൊരുക്കിയ താൽക്കാലിക പന്തലിലാണ് കോലങ്ങൾ ഒരുങ്ങുന്നത്. തെയ്യങ്ങളെ പരസ്പരം വേർതിരിക്കുന്നത് അവയുടെ ചമയങ്ങളും വേഷവിധാനങ്ങളും ഒക്കെയാണ്. അരിപ്പൊടി ചാന്തും മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പുകലും ഒക്കെയാണ് നിറങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് നിറങ്ങൾ ചാലിക്കുന്നത്. തെങ്ങോലയുടെ ഈർപ്പ് ചതച്ചാണ് ചായമെഴുത്തിന് ഉപയോഗിക്കുന്നത്. നമ്മൾ എത്തുമ്പോൾ താൽക്കാലികമായി ഒരുക്കിയ പന്തലിൽ കോമരങ്ങൾ വെള്ളാട്ടത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. തെയ്യത്തിന്റെ തലേനാളാണ് വെള്ളാട്ടം കെട്ടിയാടുന്നത്. വെള്ളാട്ടങ്ങൾ തെയ്യത്തിന്റെ തന്നെ ഒരു ബാല്യരൂപമായും കണക്കാക്കാം. വേഷഭൂഷാദികൾ അണിഞ്ഞ് കൽത്തറയിലെത്തി പ്രാർത്ഥിച്ച് അരിയും പൂവും സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവതാ സങ്കല്പത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന തെയ്യക്കോലങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആണ്ടുതിറയുടെ 2-ാം ദിവസം വൈകിട്ട് 7 മണി കഴിയുമ്പോഴാണ് വെള്ളാട്ടം ആരംഭിക്കുന്നത്. തെയ്യത്തിന്റെ തന്നെ ചെറിയ രൂപമാണ് വെള്ളാട്ടം. വെള്ളാട്ടങ്ങളിൽ ആദ്യം എത്തുന്നത് ശാസ്തപ്പൻ വെള്ളാട്ടമാണ്. 30ഓളം ശാസ്തപ്പൻ വെള്ളാട്ടങ്ങൾ ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതാണ് ശ്രീ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രത്തിന്റെ തിറയുടെ പ്രത്യേകത. ഓരോ കോലങ്ങളും 1 മണിക്കൂർ കൂടുതൽ കെട്ടിയാടിയ ശേഷമാണ് അടുത്ത ദേവതാ സങ്കല്പങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ശാസ്തപ്പൻ വെള്ളാട്ടത്തിന് ശേഷമായി എത്തുന്നത് കാരണവർ വെള്ളാട്ടമായിരുന്നു. അതിനുശേഷം വന്നതിൽ 10ഓളം ഗുളികന്മാരുണ്ടായിരുന്നു. തുലാമാസത്തിലെ 10-ാം തീയതി കോളഞ്ചേരി ചാത്തപ്പള്ളി വിഷകണ്ണ ക്ഷേത്രം, നീലേശ്വരത്തിലെ അഞ്ഞൂറ്റമ്പലം, വീരാർക്കാവ് എന്നിവിടങ്ങളിലെ കളിയാട്ടത്തോടെയാണ് വടക്കേ മലബാറിലെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത്. ജൂൺ മാസത്തിൽ വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലെയും നീലേശ്വരം മന്നൻപുറത്ത് കാവിലെ കലശത്തോടെയുമാണ് തെയ്യക്കാലത്തിന് സമാപനമാകുന്നത്. കണ്ടകണ്ണനും ഉച്ചിട്ട ഭഗവതിയും വിഷ്ണുമൂർത്തിയും ഒക്കെ എത്തിയപ്പോഴേക്കും വെളുപ്പിന് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടു മണിക്ക് ശേഷമാണ് മേലേരി കൂട്ടൽ ചടങ്ങ് നടക്കുന്നത്. അടുത്ത ദിവസം നടത്തുന്ന തെയ്യത്തിന് തീയിൽ ചാടുന്നതിനു വേണ്ടിയുള്ള കനൽ കൂമ്പാരം ഉണ്ടാക്കുന്നതിനെയാണ് മേലേരി കൂട്ടുക എന്ന് പറയുന്നത്. ഇതിനായി ഒരു മരം മുറിച്ച് ഒന്നായി തന്നെ കത്തിച്ച് കനലാക്കുകയാണ്.
അടുത്ത ദിവസം വൈകുന്നേരത്തോടെ ഒരു മരം മുഴുവൻ കനൽ കൂമ്പാരമായി മാറുകയാണ്. മൂന്നാം ദിവസം രാവിലെ 9 മണിയോടെ ക്ഷേത്രത്തിലേക്ക് കലശം വരവെത്തുന്നതോടെയാണ് അവസാന ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇന്നലെ നടന്ന വെള്ളാട്ടങ്ങളെല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ തെയ്യങ്ങളായി കെട്ടിയാടുന്നത് അവസാന ദിവസമായ ഇന്നാണ്. ഗുളികൻ തെയ്യങ്ങളാണ് ആദ്യം എത്തുന്നത്. 30 അടി നീളമുള്ള മുടി അണിഞ്ഞ് ഗുളികൻ തെയ്യങ്ങൾ ഉറഞ്ഞാടി എത്തുന്ന കാഴ്ച വാക്കുകളാൽ വിവരിക്കുക പ്രയാസമാണ്. അത് നേരിട്ടറിയേണ്ട ഒരു അനുഭൂതി തന്നെയാണ്. തെയ്യങ്ങൾ പീഠത്തിലിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുമ്പോൾ ഭൂമിയിൽ വന്നിറങ്ങിയ ദൈവരൂപങ്ങളായി തന്നെയാണ് തെയ്യങ്ങളെ ഭക്തർ കണക്കാക്കുന്നത്. അരയ്ക്ക് ചുറ്റും കത്തുന്ന 16 പന്തങ്ങളും ഉയരമുള്ള മുടിയുമായി എത്തുന്ന കണ്ടകർണൻ തെയ്യത്തെ ഭക്തർ ഏറെ ആകാംക്ഷയോടെയും അതിലുപരി കൗതുകത്തോടെയുമാണ് തൊഴു കൈകളോടെ നോക്കി നിൽക്കുന്നത്. ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളായാണ് കണ്ടവർണൻ തെയ്യത്തെ കാണുന്നത്. അതിനുശേഷം 30ഓളം ശാസ്തപ്പൻ തെയ്യങ്ങൾ അരങ്ങിലേക്ക് എത്തുന്നതോടെ ക്ഷേത്രാങ്കണം വർണ്ണവിസ്മയങ്ങളുടെ ഒരു ഭൂമികയായി മാറുന്നതാണ് നാം കാണുന്നത്. ശാസ്തപ്പൻ തെയ്യങ്ങളെയാണ് കുട്ടിച്ചാത്തൻ തെയ്യങ്ങൾ എന്ന് പറയുന്നത്. ശിവപാർവതി പുത്രന്മാരായാണ് കുട്ടിച്ചാത്തന്മാർ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. പീലി നിവർത്തി ആടുന്ന മയിലിന്റെ രൂപമാണ് കുട്ടിച്ചാത്തൻ തെയ്യങ്ങൾക്ക്. കുട്ടിച്ചാത്തൻ തെയ്യത്തിന് പുറകിൽ കാരണവർ തെയ്യമാണ് എത്തുന്നത്. അതിനുശേഷമായാണ് ഉച്ചിട്ട ഭഗതിയും വിഷ്ണുമൂർത്തി തെയ്യവും ഒക്കെ എത്തുന്നത്. അകംകൂട്ടലും പീഠം കുളിപ്പിക്കൽ ചടങ്ങും കഴിയുന്നതോടെ ഈ വർഷത്തെ ആണ്ടുതറ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ യാത്ര തുടരുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.